കാഴ്ചപ്പാടിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ബഹളമെല്ലാം അവസാനിച്ചതോടുകൂടി നമ്മുടെ മാധ്യമങ്ങളിലും സമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇടയിലും ഒരു പുതിയ പ്രശ്നം കത്തിക്കയറുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രനും KSRTCയിലെ ഒരു താൽക്കാലിക ഡ്രൈവറായ യദു എന്ന ചെറുപ്പക്കാരൻ തമ്മിലുള്ള വലിയ തർക്കം കേസായി, പോലീസ് കേസായി, കോടതിയിൽ കേസായി, മാധ്യമങ്ങൾ നിരന്തരം ഇത് ചർച്ച ചെയ്യുന്നു. ഇതിൽ ഉത്ഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും CPMൻ്റെ യുവ MLAയുമായ സച്ചിൻ ദേവും ആര്യയുടെ സഹോദരനും ഭാര്യയും ഒരു സ്വകാര്യ ചടങ്ങ് കഴിഞ്ഞ് തങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ മടങ്ങുന്ന വഴി ഈ KSRTC ബസ് വളരെ അശ്രദ്ധയോടെ അമിത വേഗത്തിൽ പോകുകയും തങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒക്കെ അത് സഞ്ചരിക്കുകയും അതിനപ്പുറത്ത് അവരുടെ വശത്തുകൂടി ആ ബസ് പോകുമ്പോൾ ആര്യ രാജേന്ദ്രനെയും അവരുടെ സഹോദര പത്നിയെയും നോക്കി ആ ഡ്രൈവർ യദു ഒരു ലൈംഗിക അധിക്ഷേപ ചേഷ്ട കാണിച്ചു എന്നൊക്കെയാണ് ആര്യ രാജേന്ദ്രൻ പരാതിപ്പെട്ടത്. തുടർന്ന് ആര്യയും മറ്റും സഞ്ചരിച്ച വാഹനം പാളയത്ത് ഈ ബസ്സിൻ്റെ മുന്നിൽ കയറി അതിനെ കുറുകെ നിർത്തുകയും സീബ്ര ക്രോസിങ്ങിൽ വണ്ടി നിർത്തുകയും അങ്ങനെ വണ്ടി തടയുകയും ഡ്രൈവറുമായി വലിയ തർക്കമുണ്ടാവുകയും ബസ്സിലിരുന്ന യാത്രക്കാരെയൊക്കെ ഇറക്കി വിടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. ഇതിൽ മാധ്യമങ്ങൾ ഈ ലൈംഗിക ചേഷ്ടയ്ക്ക് വിധേയയായി എന്ന് പരാതിപ്പെടുന്ന സ്ത്രീയോട് പൊതുവെ സമൂഹം സഹതാപപൂർവമാണ്, അല്ലെങ്കിൽ അവരോടൊപ്പമാണ് നിൽക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഈ കാര്യത്തിൽ മാധ്യമങ്ങളേറെയും സമൂഹത്തിൽ തന്നെ ഒരു വലിയ വിഭാഗവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരും ആര്യ രാജേന്ദ്രനെതിരെയാണ് വലിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള പല കാരണങ്ങളും ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതിലേറ്റവും പ്രധാനം, ആര്യ രാജേന്ദ്രൻ തനിക്കെതിരെ അല്ലെങ്കിൽ താനും തൻ്റെ സഹോദര ഭാര്യയ്ക്കും എതിരെ ഈ യദു നടത്തിയ ലൈംഗിക ചേഷ്ട ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ വാഹനം ബസ് ചേർത്തതും മറ്റും, അതായത് നിയമവിരുദ്ധമായി ചേർത്തതും മറ്റും ഇതിനകം തെളിയിക്കപ്പെട്ടു. അതിൽ അങ്ങനെ ചെയ്തില്ല എന്ന് ആര്യ രാജേന്ദ്രൻ ആദ്യം പറഞ്ഞത് വാസ്തവത്തിൽ CCTV ഫുട്ടേജ് വന്നുകൂടി അതും ശരിയല്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ സമൂഹവും മാധ്യമങ്ങളും ഇതിൽ പ്രധാനമായി കണ്ടിരിക്കുന്നത് അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ചിഹ്നങ്ങളായി മേയറെയും MLAയും കാണുകയും ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഒരു സാധാരണക്കാരനായ, ഒരു താൽക്കാലിക ജീവനക്കാരനായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അല്ലെങ്കിൽ ഒരു അധികാര വ്യവസ്ഥയും അതിൻ്റെ ദുർബലനായ മറ്റൊരു മറുപക്ഷം നിൽക്കുന്ന ആളും തമ്മിലുള്ള സംഘടനമായിട്ടാണ് ഇത് ചിത്രീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെതിരെ വലിയ ആക്രമണങ്ങൾ ആണ് പൊതുവെ പ്രതിപക്ഷം ഒരു വശത്ത്, മാധ്യമങ്ങളിലൊരു വിഭാഗം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീയാണ്, അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. ഇതൊക്കെ ആയിട്ടും അവരിങ്ങനൊരു അധികാര പ്രയോഗം അല്ലെങ്കിൽ അധികാര ഗർവ് കാണിച്ചു എന്ന ആരോപണം വാസ്തവത്തിൽ ഒരു പരിധിവരെ ശരിയാണ്. ഇതിൽ ഇങ്ങനെ ഒരു കുറ്റം ഡ്രൈവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് അവരുടെ മുമ്പിൽ നിയമപരമായ ഒരുപാട് വഴികളുണ്ടായിരുന്നു. അതൊന്നും MLAയും മേയറുമായിട്ടും അത് ചെയ്തില്ല. അതിന് പകരം വാഹനത്തിനെ തടയുകയും ബസ് തടയുകയും അങ്ങനെ വലിയ തർക്കമുണ്ടാവുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തുടർന്നാണ് കേസ്, ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ കേസെടുത്തു, പോലീസ് കേസെടുത്തെങ്കിലും ആദ്യം കേസെടുത്തില്ല, യദുവിൻ്റെ പരാതിയിൽ കേസെടുത്തില്ല, പിന്നെ കോടതി ഇടപെട്ടും മറ്റുമാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് വരെ മേയറിനും MLAയ്ക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇത് സമൂഹത്തിലെ ഒരു ആര്യ രാജേന്ദ്രൻ്റെയും ഡ്രൈവർ യദുവിൻ്റെയും പ്രശ്നത്തിനപ്പുറത്ത് അധികാരത്തിൻ്റെ
സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ സാധാരണക്കാരനാണെന്ന് കരുതപ്പെടുന്ന ആളിനോടൊപ്പമാണ് നിൽക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ഉയർന്നിട്ടുണ്ട്. അത് കാണാതെ മാധ്യമങ്ങളും സമൂഹവും ഒരു പക്ഷം പിടിക്കുന്നത് ശരിയാണോ? ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ലോകത്ത് തന്നെ, അതിൽ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്, കേരളത്തിലും വളരെ ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ മേയർ എന്ന ഉന്നത പദവി വഹിക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹാരം കാണുക, അതിന് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും തമസ്കരിച്ചുകൊണ്ട് മറ്റൊരു പ്രശ്നത്തിൻ്റെ ഒപ്പം നിൽക്കുകയോ മറ്റൊരു പ്രശ്നത്തിൽ കുറ്റവാളിയെന്ന് കരുതപ്പെടുന്ന ആളിൻ്റെ ഒപ്പം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ എത്രമാത്രം ശരിയാണ്? അപ്പോൾ രണ്ട് പ്രശ്നങ്ങളും രണ്ടായി തന്നെ സമൂഹവും മാധ്യമങ്ങളും കാണേണ്ടതില്ലേ? രാജ്യത്തെ നിയമം അനുസരിച്ച്, പ്രത്യേകിച്ച് 2022 സുപ്രീം കോടതി വിധി ഒരു കേസിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു സ്ത്രീക്കെതിരായിട്ടുണ്ടായ, ഒരു പെൺകുട്ടിക്കെതിരായുണ്ടായ ലൈംഗിക അതിക്രമത്തിൻ്റെ സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ച് വിധിച്ചത്, ഒരു സ്ത്രീ തനിക്ക് നേരെ ലൈംഗിക ആക്ഷേപം ഉണ്ടാവുകയാണെന്ന് പറയുകയാണെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കുറ്റവാളിയാണെന്ന് കരുതപ്പെടുന്ന ആൾക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ മേയറായതുകൊണ്ട് അല്ലെങ്കിൽ CPMൻ്റെ നേതാവായതുകൊണ്ട് ഈ അവകാശം അവർക്ക് നിഷേധിക്കാൻ നമ്മുടെ സമൂഹത്തിനോ നിയമത്തിനോ യാതൊരു അവകാശവുമില്ല. അതോടൊപ്പം യദു എന്ന് പറയുന്ന ഡ്രൈവർ ഇതിനു മുമ്പ് ഇത്തരം ആരോപണങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ്. ഇതുപോലത്തെ കേസുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ CPMക്കാരാണ് ഇതെല്ലാം തനിക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലുള്ള സ്ഥിതിക്ക് ഈ കേസിനെ വളരെ കൃത്യമായ രീതിയിൽ സമീപിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ രണ്ട് വശത്തു നിന്നുമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, അധികാര ദുർവിനിയോഗം; രണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള കുറ്റകൃത്യം. ഇതിനെ രണ്ടിനെയും സമചിത്തതയോടെ, സന്തുലിതയോടെ സമൂഹവും അധികാരികളും കണ്ടില്ലെങ്കിൽ ഒരു കുറ്റം മറച്ച് മറ്റൊരു കുറ്റത്തിന് മാത്രം പിന്നാലെ പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതുകൊണ്ട് കൃത്യമായ വിവേകത്തോടെ, വിവേചന ബുദ്ധിയോടെ അധികാരികളും മാധ്യമങ്ങളും പൊതുസമൂഹവും ഈ കാര്യത്തിനെ നേരിടണം എന്നാണ് കാഴ്ചപ്പാടിൻ്റെ അഭിപ്രായം.